പഴയ ഉടമ്പടി അഥവാ മോശയുടെ ഉടമ്പടി റദ്ദാക്കപ്പെട്ടുവോ അതോ നിവർത്തിക്കപ്പെട്ടുവോ? ഇതാണ് ഈ പഠനത്തിലെ വിഷയം. ഇതിൽ ക്രിസ്തീയ വിശ്വാസികൾ പഴയ ഉടമ്പടി അനുസരിക്കേണ്ടതുണ്ടോ എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഈ പഠനം 2 ഭാഗങ്ങളായാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് 1-ാം ഭാഗമാണ്. 2-ാമത്തെ ഭാഗവും എൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. naphtalitribe.tv.com എന്നാണ് ചാനലിൻ്റെ മേൽവിലാസം. ഈ പഠനത്തിൻ്റെ ബുക്കും സൗജന്യമായി ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ ആവശ്യപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 9961330751. ഇനി പഠനത്തിലേക്ക് പോകാം. വേദപുസ്തകത്തിലെ പഴയ നിയമ പുസ്തകങ്ങളെക്കുറിച്ചും പഴയ ഉടമ്പടിയെക്കുറിച്ചും പര്യായങ്ങൾ പോലെ നമ്മൾ പറയാറുണ്ട് എങ്കിലും അവ ഒന്നല്ല. പഴയ നിയമഭാഗത്ത് പഴയ ഉടമ്പടിയുണ്ട്, എന്നാൽ അവിടെ പഴയ ഉടമ്പടി മാത്രമല്ല ഉള്ളത്. പഴയ നിയമഭാഗത്ത് സൃഷ്ടിയുടെ ചരിത്രം, ആദ്യ സുവിശേഷം, ഏദൻ തോട്ടത്തിലെ കൃപയുടെ വിളംബരം, നോഹയുടെ കാലത്തെ പ്രളയവും അവനുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി, അബ്രഹാമിൻ്റെ തെരഞ്ഞെടുപ്പ്, അബ്രഹാമിൻ്റെ ഉടമ്പടി, ഇസ്രായേൽ, യഹൂദന്മാർ, പുതിയ നിയമം എന്നിവയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്നിവയെല്ലാം പഴയ നിയമഭാഗത്ത് ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം, മരണം എന്നിവയെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ചുമുള്ള പ്രവചനങ്ങളുമുണ്ട്. പഴയ നിയമഭാഗത്ത് വിവരിക്കപ്പെടുന്ന ഒന്നിലധികം ഉടമ്പടികളിൽ ഒന്നാണ് മോശയുടെ ഉടമ്പടി അഥവാ പഴയ ഉടമ്പടി. അതിനാൽ പഴയ ഉടമ്പടി റദ്ദാക്കപ്പെട്ടുവോ എന്ന ചോദ്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് പഴയ നിയമ പുസ്തകങ്ങൾ റദ്ദാക്കപ്പെട്ടുവോ എന്ന് ആകുന്നില്ല. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പുസ്തകങ്ങളെല്ലാം ദൈവനിശ്വാസ്യമാണ്. അവ തെറ്റുകളില്ലാത്തതും പരാജയപ്പെടാത്തതുമാണ്. ദൈവത്തിൻ്റെ മനുഷ്യർക്കായുള്ള വീണ്ടെടുപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള ആത്യന്തികമായ അടിസ്ഥാനമാണ് എല്ലാ തിരുവെഴുത്തുകളും. പഴയ നിയമ തിരുവെഴുത്തുകൾ ദൈവത്തിൻ്റെ മനുഷ്യർക്കായുള്ള വീണ്ടെടുപ്പ് പദ്ധതിയുടെ കാലാനുഗതമായ പുരോഗതിയുടെ ചരിത്രമാണ്. നമുക്ക് പ്രബോധനങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുവാൻ അവ ആവശ്യമാണ്. സീനായ് പർവ്വതത്തിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനവുമായി ചെയ്ത ഉടമ്പടിയെയാണ് നമ്മൾ പഴയ ഉടമ്പടി എന്ന് വിളിക്കുന്നത്. ഇതിനെ മോശയുടെ ഉടമ്പടി എന്നും വിളിക്കാറുണ്ട്. ഈ ഉടമ്പടിയിൽ 613 പ്രമാണങ്ങളുണ്ട്. അവ സാൻമാർഗികവും സാമൂഹികവും മതാചാരപരമായതും ആയ നിയമങ്ങളാണ്. നമ്മളിവയെ പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ പുസ്തകങ്ങളിൽ വായിക്കുന്നു. ഈ നിയമങ്ങളിൽ 10 എണ്ണം ദൈവം സ്വന്തം കൈയാൽ എഴുതിയതാണ്. അവയെ നമ്മൾ 10 കൽപ്പനകൾ എന്ന് വിളിക്കുന്നു. മോശയുടെ ഉടമ്പടിയും അതിലെ പ്രമാണങ്ങളെയുമാണ് നമ്മൾ മോശയുടെ ന്യായപ്രമാണം അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് മാത്രം വിളിക്കുന്നത്. ദൈവം ഈ പ്രമാണങ്ങൾ ഇസ്രായേൽ ജനത്തിന് നൽകിയത് അവരുടെ തെറ്റുകളിൽ അവരെ ശിക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ല. ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനവും പ്രത്യേക സമ്പത്തും രാജകീയ പുരോഹിത വർഗവും ഒരു വിശുദ്ധ വംശവും ആയിരുന്നു. ദൈവത്തിന് അവരെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾക്കൊത്തവണ്ണം അവർ ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം അവർക്ക് പ്രമാണങ്ങൾ നൽകിയത്. മോശയുടെ ന്യായപ്രമാണം അവർക്ക് ഒരു അനുഗ്രഹമായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. ആവർത്തന പുസ്തകം 5:29-33 വാക്യങ്ങൾ. അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവരെന്നെ ഭയപ്പെടേണ്ടതിനും എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്ന്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുവീൻ. ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം ഇസ്രായേൽ ജനത്തെ മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുക എന്നതായിരുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യം. നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ലേവ്യ പുസ്തകം 20:8. എൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പീൻ, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു. ശുദ്ധീകരിക്കുക എന്നത് ഒരു വിശുദ്ധ ഉദ്ദേശത്തിനായി വേർതിരിക്കുക എന്നതാണ്. ഉദ്ദേശ്യം വിശുദ്ധമാണ് എന്നതിനാൽ ഇസ്രായേൽ ജനം മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളിൽ നിന്നും വ്യത്യസ്തരായി വേർപെട്ട് വിശുദ്ധരായി ജീവിക്കണം. ഈ വേർപാടിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ പ്രമാണങ്ങൾ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധി എത്ര ശ്രേഷ്ഠമാണ് എന്ന് ജാതീയ ജനങ്ങളുടെ മുന്നിൽ ഇസ്രായേൽ ജനത്തിലൂടെ വെളിപ്പെടുത്തുവാനും അവൻ ആഗ്രഹിച്ചു. യഹോവയായ ദൈവം ഏക വിശുദ്ധ ദൈവമാണ്.
ഇതിനായി ഇസ്രായേൽ എന്ന വേറിട്ട ജനം എന്ന കാഴ്ചപ്പാട് മോശയുടെ ന്യായപ്രമാണത്തിന്റെ ദൈവിക ഉദ്ദേശം ആയിരുന്നു. മോശയുടെ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം മനുഷ്യർക്ക് രക്ഷ പ്രാപിക്കുവാൻ ഒരു രക്ഷകനെ ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക എന്നതാണ്. ദൈവിക വിശുദ്ധിയുടെ നിലവാരം എന്തായിരിക്കണമെന്ന് ന്യായപ്രമാണം പഠിപ്പിക്കുന്നു. അത് പാപവും കുറ്റങ്ങളും കുറവുകളും എന്താണ് എന്ന് പറയുന്നു. മനുഷ്യരോട് എത്തിച്ചേരുവാൻ കൽപ്പിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധിയുടെ നിലവാരമാണ് മോശയുടെ ന്യായപ്രമാണം. റോമർ 3:20. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ദൈവത്തിന്റെ വിശുദ്ധിക്കൊത്തവണ്ണം ജീവിക്കുവാൻ മനുഷ്യർ പരാജയപ്പെടുന്ന ഇടങ്ങളെ ന്യായപ്രമാണം കാണിച്ചു തരുന്നു. നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മളെ നിസ്സഹായരും പരാജയപ്പെട്ടവരുമായി മാറ്റുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നമ്മൾ പ്രത്യാശ നഷ്ടപ്പെട്ടവരായി ജീവിക്കേണ്ടതില്ല എന്ന് പറയുന്നു. ദൈവം തക്ക സമയത്ത് മനുഷ്യചരിത്രത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പാപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ദൈവകൃപ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ വിശുദ്ധിയുടെ നിലവാരത്തിലെത്തുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. റോമർ 8:3-4 വാക്യങ്ങൾ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. എന്നാൽ നിർഭാഗ്യവശാൽ ഇസ്രായേൽ ചരിത്രത്തിൽ മിക്കപ്പോഴും ന്യായപ്രമാണം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും പ്രയോഗിക്കപ്പെടുകയും ചെയ്തു. അവർ ന്യായപ്രമാണത്തിന് ഒത്തവണ്ണം ജീവിക്കുവാൻ പരാജയപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ കാലമായപ്പോഴേക്കും മത നേതാക്കന്മാർ ന്യായപ്രമാണങ്ങളെ കുഴഞ്ഞു മറിഞ്ഞ നിയമങ്ങളുടെ ഒരു ഭണ്ഡാരമായി മാറ്റി. അതിനാൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ മനസ്സിലാക്കുവാൻ ഒരു പുതിയ രീതി യേശുക്രിസ്തു മുന്നോട്ട് വെച്ചു. പ്രമാണങ്ങളുടെ യഥാർത്ഥ ദൈവിക ഉദ്ദേശം എന്തായിരുന്നുവോ അതിലേക്ക് ജനത്തെ തിരികെ കൊണ്ടുപോകാൻ യേശു ശ്രമിച്ചു. അവൻ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി സംസാരിച്ചില്ല, എന്നാൽ അതിൻ്റെ ദുരുപയോഗങ്ങളെയും അമിത പ്രയോഗങ്ങളെയും എതിർത്തു. ക്രിസ്തീയ വിശ്വാസികൾ പഴയ ഉടമ്പടിയുടെ കീഴിലാണോ എന്ന ചോദ്യമാണ് ക്രിസ്തീയ സഭ ആദ്യമായി അഭിമുഖീകരിച്ച ഉപദേശ സംബന്ധമായ ചോദ്യം. ഈ ചോദ്യമാണ് അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ യെരുശലേമിൽ കൂടിയ ആദ്യത്തെ സഭാ കൗൺസിൽ ചർച്ച ചെയ്തത്. ഈ വിഷയം വിശദീകരിക്കുവാനാണ് ഗലാത്യർക്കുള്ള ലേഖനം എഴുതപ്പെട്ടത്. എബ്രായ ലേഖനം പഴയ ഉടമ്പടിക്കുമേൽ പുതിയ ഉടമ്പടിക്കുള്ള അധീശത്വം സ്ഥാപിക്കുന്നു. എങ്കിലും ഇന്നും ഈ ചോദ്യം ആവർത്തിക്കപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസികൾ പഴയ ഉടമ്പടിയുടെ കീഴിൽ ആണോ എന്ന ചോദ്യത്തിന്റെ ഉറച്ച ഉത്തരം അല്ല എന്ന് തന്നെയാണ്. പുതിയ ഉടമ്പടി പ്രകാരമാണ് നമ്മൾ ക്രിസ്തീയ വിശ്വാസികൾ ആയിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു സ്ഥാപിച്ച പുതിയ ഉടമ്പടി പഴയ ഉടമ്പടിയെ റദ്ദാക്കിയിട്ടില്ല. പുതിയത് എല്ലാ പഴയ ഉടമ്പടികളുടെയും കാലാനുഗതമായി പുരോഗമിച്ച വെളിപ്പാടും നിവൃത്തിയും ആണ്. പഴയ ഉടമ്പടി സീനായ് പർവ്വതത്തിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനവുമായി ഉറപ്പിച്ച ഉടമ്പടിയാണ്. അത് മോശയിലൂടെ അവർക്ക് കൈമാറി ലഭിച്ചു. എന്നാൽ അതൊരു സംയുക്ത ശിരസ് എന്ന നിലയിൽ മോശയുമായി ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഉറപ്പിച്ച ഉടമ്പടിയല്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മോശ ഇസ്രായേൽ ജനത്തിന്റെ പ്രതിനിധിയും പകരക്കാരനും എന്ന നിലയിൽ ദൈവവുമായി ഉറപ്പിച്ച ഉടമ്പടി അല്ല. ദൈവം നേരിട്ട് എല്ലാ ഇസ്രായേൽ ജനവുമായി ഉടമ്പടി ഉറപ്പിക്കുകയായിരുന്നു. അതൊരു ദേശീയ ഉടമ്പടിയാണ്. ഉടമ്പടി ഉറപ്പിക്കുന്നതിന് മുമ്പ് മോശ അതിലെ എല്ലാ പ്രമാണങ്ങളും ജനത്തെ വായിച്ചു കേൾപ്പിച്ചു. ജനമെല്ലാം ആമേൻ എന്ന് പറഞ്ഞു അതിനെ സ്വീകരിച്ചു. അങ്ങനെയാണ് ഉടമ്പടി പ്രാവർത്തികമായത്. മോശയുടെ ഉടമ്പടി ഇസ്രായേൽ ജനവുമായി അവർക്ക് വേണ്ടി ഉറപ്പിച്ച ഉടമ്പടിയാണ്. അത് ക്രിസ്തീയ വിശ്വാസികളുമായി ഉറപ്പിച്ചതല്ല. അത് ഇസ്രായേൽ എന്ന രാജ്യത്തിനു വേണ്ടിയുള്ളതാണ്. ഇസ്രായേൽ മിസ്രൈം ദേശത്ത് വെച്ച് പെസഹ ആചരിച്ചപ്പോൾ ദൈവിക ഉടമ്പടി ബന്ധം ആരംഭിച്ചു. സീനാ പർവ്വതത്തിൽ വെച്ച് എല്ലാവിധ വിശദാംശങ്ങളോടെയും ഉടമ്പടിയെ ഉറപ്പിച്ചു. ഉടമ്പടിയിൽ മതാചാരപരവും സാമൂഹികവും രാഷ്ട്രീയവുമായ എല്ലാ പ്രമാണങ്ങളുമുണ്ട്. മാനവ ചരിത്രത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടതാണ് മോശയുടെ ന്യായപ്രമാണങ്ങൾ. പുതിയ നിയമത്തിൽ മോശയുടെ ഉടമ്പടിയെ വ്യത്യസ്തങ്ങളായ രീതിയിൽ പരാമർശിക്കാറുണ്ട്. കാരണം മോശയുടെ ഉടമ്പടിയിൽ വ്യത്യസ്തങ്ങളായ നിയമങ്ങളുണ്ടായിരുന്നു.
വിശുദ്ധി, സാമൂഹിക ജീവിതം, രാജ്യഭരണം, നീതി നിർവഹണം എന്നിവയെക്കുറിച്ചെല്ലാം പ്രമാണങ്ങളുണ്ട്. വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുന്നതിലും രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലുമെല്ലാം ഇസ്രായേൽ ജനം മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളിൽ നിന്നും വേർപെട്ടവർ ആയിരിക്കണം. അവരുടെ ജീവിതത്തിന്റെ എല്ലാ വിശദാംശങ്ങളും ദൈവം കൽപ്പിച്ചത് പ്രകാരമായിരിക്കണം. ദൈവം നിയമിക്കുന്ന അവന്റെ പ്രതിനിധികളാൽ ദൈവം നേരിട്ട് ഭരിക്കുന്ന ഒരു രാജ്യമായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. റോമൻ കത്തോലിക്ക സഭ, നവീകരണ സഭകൾ എന്നിങ്ങനെയുള്ള എല്ലാ ക്രിസ്തീയ സഭാവിഭാഗങ്ങളും മോശയുടെ ന്യായപ്രമാണത്തിന് 3 ഭാഗങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ ഭാഗങ്ങളെ സാൻമാർഗിക നിയമങ്ങൾ, മതാചാര നിയമങ്ങൾ, സാമൂഹിക നിയമങ്ങൾ എന്നിങ്ങനെ വിളിക്കുന്നു. സാമൂഹിക നിയമങ്ങളെ നീതി നിർവഹണ നിയമങ്ങൾ എന്നും വിളിക്കാറുണ്ട്. 1646 വിശ്വാസത്തിന്റെ വെസ്റ്റ്മിൻസ്റ്റർ ഏറ്റുപറച്ചിൽ ഈ വിഭജനത്തെ അംഗീകരിച്ചിട്ടുണ്ട്. പ്രമുഖ ദൈവശാസ്ത്രജ്ഞനായിരുന്ന സെന്റ് തോമസ് അക്വിനാസും ഇതിനോട് യോജിക്കുന്നു. മോശയുടെ ഉടമ്പടി മറ്റെല്ലാ ഉടമ്പടികളിൽ നിന്നും വ്യത്യസ്തവും വിഭിന്നവുമാണ്. അത് നിലവിൽ വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരുമായോ അതിനുശേഷം പുതിയ ഉടമ്പടിയിൽ ആയിരിക്കുന്നവരുമായോ യാതൊരു ബന്ധവുമില്ല. മോശയുടെ ന്യായപ്രമാണത്തിലെ എല്ലാ നിയമങ്ങളും പുതിയതായി കൊണ്ടുവന്നതും അല്ല. അതിലെ പല പ്രമാണങ്ങളും അതിനു മുമ്പ് തന്നെ മനുഷ്യ മനസ്സാക്ഷിയിൽ രേഖപ്പെടുത്തിയതാണ്. അത് സൃഷ്ടി മുതൽ മനുഷ്യരുടെ ഇടയിൽ നിലവിലുള്ളതാണ്. ഇവയാണ് ദൈവത്തിന്റെ നിത്യമായ സാൻമാർഗിക നിയമങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ നിയമങ്ങളെ ദൈവം ക്രമാനുസരണം ആക്കുകയും അവയെ നിശ്ചയമായും പാലിക്കുവാൻ തക്കവണ്ണം ന്യായപ്രമാണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. മോശയുടെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സാൻമാർഗിക പ്രമാണങ്ങളുടെയും ചുരുക്കമാണ് 10 കൽപ്പനകൾ. ഇതിനെ ന്യായപ്രമാണത്തിൽ വിശദമായി വിവരിക്കുന്നു. ദൈവത്തിന്റെ സാൻമാർഗിക നിയമങ്ങൾ സൃഷ്ടി മുതൽ മനുഷ്യ മനസ്സാക്ഷിയിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതൊരിക്കലും ഇല്ലാതെയായിട്ടില്ല. അത് മോശയുടെ ന്യായപ്രമാണത്തോടെ ആരംഭിച്ചതല്ല. അതിനാൽ അത് ന്യായപ്രമാണത്തിന്റെ പ്രസക്തി ഇല്ലാതെയാവുന്നതോടെ നീങ്ങിപ്പോകുന്നില്ല. അതിനാൽ സാൻമാർഗിക നിയമങ്ങൾ നിത്യതയോളം നിലനിൽക്കും. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനം പാലിക്കേണ്ട ദൈവിക വിശുദ്ധിയുടെ വെളിപ്പാടാണ് സാൻമാർഗിക നിയമങ്ങൾ. കൊലപാതകം, മാതാപിതാക്കളെ നിന്ദിക്കുക, മോഷണം, പരസംഗം, അത്യാഗ്രഹം എന്നിങ്ങനെയുള്ള പ്രവൃത്തികളെ 10 കൽപ്പനകൾ ലഭിക്കുന്നതിന് മുമ്പ് മുതലേ പാപമായി മനുഷ്യർ കരുതിയിരുന്നു. 10 കൽപ്പനകൾക്കും ന്യായപ്രമാണത്തിനു മുമ്പും വിവാഹത്തിന്റെ സ്ഥിരത മാനിക്കപ്പെട്ടിരുന്നു. വിഗ്രഹ ആരാധനയ്ക്കും ബഹുദൈവ ആരാധനയ്ക്കും എതിരായി ഏകദൈവ ആരാധന എല്ലാ കാലത്തും നിലവിലുണ്ടായിരുന്നു. കയീൻ ഒരു കൊലപാതകി എന്ന നിലയിൽ ശപിക്കപ്പെട്ടു. തന്റെ പിതാവിനെ മാനിക്കാതിരുന്ന നോഹയുടെ മകൻ ഹാം ശിക്ഷിക്കപ്പെട്ടു. റാഹേൽ ഒരു വിഗ്രഹ മോഷ്ടാവായിരുന്നു. അബ്രഹാം കള്ളം പറഞ്ഞു. ലോത്തിന്റെ ഭാര്യ അത്യാഗ്രഹി ആയിരുന്നതിനാൽ ശിക്ഷിക്കപ്പെട്ടു. ഇവരുടെ ഇത്തരം പ്രവൃത്തികൾ ദൈവിക വിശുദ്ധിക്ക് യോജ്യം ആയിരുന്നില്ല. 10 കൽപ്പനയ്ക്ക് മുമ്പ് സാൻമാർഗിക നിയമങ്ങൾ ദൈവം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എഴുതിയിരുന്നു. മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ ദൈവത്തിന്റെ വിശുദ്ധിയുടെ പ്രമാണങ്ങൾ അവർ ഹൃദയത്തിൽ വഹിച്ചിരുന്നു. അതിനാലാണ് കൊലപാതകം, മോഷണം, പരസംഗം എന്നിങ്ങനെയുള്ള പ്രവൃത്തികൾ പാപമാണ് എന്ന് അവൻ മനസ്സിലാക്കിയത്. ഇതൊരു നൈസർഗികമായ സാൻമാർഗിക ബോധമാണ്. റോമർ 2:14-15 വാക്യങ്ങൾ. ന്യായപ്രമാണമില്ലാതെ ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തിയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. വിശ്വാസത്തിന്റെ വെസ്റ്റ്മിൻസ്റ്റർ ഏറ്റുപറച്ചിൽ അനുസരിച്ച് മോശയുടെ ന്യായപ്രമാണത്തിലെ സാൻമാർഗിക നിയമങ്ങളും യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ആവർത്തിച്ചു പഠിപ്പിച്ച പ്രമാണങ്ങളും മാത്രമേ ഇന്ന് ക്രിസ്തീയ വിശ്വാസികൾക്ക് ബാധകമാകുകയുള്ളൂ. മതാചാരങ്ങൾ, സാമൂഹിക നിയമങ്ങൾ, ശുദ്ധീകരണത്തിന്റെ പ്രമാണങ്ങൾ, ഉത്സവങ്ങൾ, ഭക്ഷണം, ലേവ്യ പൗരോഹിത്യം എന്നിങ്ങനെയുള്ള നിയമങ്ങൾ ഒന്നുകിൽ ഇന്ന് സാധ്യത ഉള്ളതല്ല, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടു. ദൈവത്തിന്റെ സാൻമാർഗിക നിയമങ്ങൾ അവന്റെ വിശുദ്ധിയുടെ വെളിപ്പെടുത്തലും പ്രമാണങ്ങളും ആയതിനാൽ അവ നിത്യമാണ്. ഇവയെല്ലാം നിർബന്ധമായും എക്കാലത്തെയും മനുഷ്യർ പാലിക്കേണ്ടതാണ്. യേശുക്രിസ്തു ഈ പ്രമാണങ്ങളെയെല്ലാം സമ്പൂർണമായി അനുസരിച്ചു. മോശയുടെ ഉടമ്പടിയിലെ മതാചാര നിയമങ്ങൾ യാഗം, പൗരോഹിത്യം, ഉത്സവങ്ങൾ, ആചാരശുദ്ധി, ശുദ്ധവും അശുദ്ധവുമായ ഭക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ളതാണ്.
ഇസ്രായേൽ ജനം സാൻമാർഗിക നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന പാപത്തിന് എങ്ങനെ പരിഹാരം ചെയ്ത് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാം എന്നാണ് ഈ പ്രമാണങ്ങൾ പറയുന്നത്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെ എന്നാണ് ഈ നിയമങ്ങൾ അനുശാസിക്കുന്നത്. ഈ യാഗങ്ങളിൽ പക്ഷി, മൃഗം എന്നിവയെ കൊന്ന് രക്തം ചൊരിയുന്ന യാഗങ്ങളും മധ്യസ്ഥനായ പുരോഹിതനും ഉണ്ടായിരുന്നു. പാപപരിഹാര യാഗങ്ങൾ പാപമോചനത്തിനായി ആവർത്തിച്ച് ചെയ്യേണ്ടിയിരുന്നു. മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പാപപരിഹാര യാഗങ്ങളുടെ പശ്ചാത്തലമില്ലാതെ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് പ്രസക്തിയില്ല. ഈ യാഗങ്ങൾ ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിന്റെ നിഴലായിരുന്നു. യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ കുഞ്ഞാട് തെരഞ്ഞെടുക്കപ്പെട്ട സകലരുടെയും പാപത്തിന് പരിഹാരമായി ഒരിക്കലായി യാഗമായി അർപ്പിക്കപ്പെട്ടു. അതിനാൽ മറ്റൊരു മൃഗബലിയോ പാപപരിഹാര യാഗമോ ആവർത്തിക്കേണ്ടതില്ല. അതിനാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടെ ന്യായപ്രമാണത്തിലെ മതാചാരങ്ങൾക്ക് പ്രസക്തിയില്ലാതെയായി. ഇനി രക്ഷയ്ക്ക് ന്യായപ്രമാണം ആവശ്യമില്ല. എന്നാൽ ന്യായപ്രമാണത്തിലെ ആചാരങ്ങളിലെ മർമ്മം ഇന്നും പ്രസക്തമാണ്. നമ്മളെ ജീവനുള്ള യാഗമായി അർപ്പിക്കുവാനാണ് അപ്പോസ്തലൻ പൗലോസ് നിർദ്ദേശിക്കുന്നത്. മോശയുടെ ന്യായപ്രമാണത്തിലെ യാഗങ്ങൾ വരുവാനുള്ളതിന് നിഴലായിരുന്നു എന്നും അതിന്റെ പൊരുൾ ക്രിസ്തുവാണ് എന്നും പൗലോസ് പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനം യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന ഒരു പുസ്തകമാണ്. യേശുക്രിസ്തു എങ്ങനെയാണ് പഴയ യാഗങ്ങൾ അവന്റെ മരണത്തിൽ നിവർത്തിച്ചത് എന്ന് ഗ്രന്ഥകാരൻ വിവരിക്കുന്നു. എബ്രായർ 7:26-27 വാക്യങ്ങൾ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം പരിപൂർണമായ ഒരു യാഗമായിരുന്നു. അവൻ എല്ലാ ന്യായപ്രമാണങ്ങളും പാലിച്ചുകൊണ്ട് ജീവിച്ചു. ഊനമില്ലാത്ത യാഗമൃഗമാകുവാൻ തക്കവണ്ണം അവൻ പാപരഹിതനായി ജീവിച്ചു. അതിനാൽ അവന് സ്വന്തം പാപങ്ങൾക്കായി യാഗമർപ്പിക്കേണ്ടി വന്നില്ല. അവന്റെ യാഗത്തിന് ശേഷം മറ്റൊരു യാഗവും ആവർത്തിക്കേണ്ട ആവശ്യം ഇല്ല. ക്രിസ്തീയ വിശ്വാസികൾ രക്ഷിക്കപ്പെടുന്നത് മൃഗങ്ങളുടെ യാഗത്താലോ മറ്റേതെങ്കിലും ആചാരത്താലോ അല്ല. അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം മാത്രമാണ്. റോമർ 10:4. വിശ്വസിക്കുന്ന ഏവരും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ഗലാത്യർ 3:24-25 വാക്യങ്ങൾ. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിൽ അല്ല. യേശുക്രിസ്തു എല്ലാ മതാചാര പ്രമാണങ്ങളും അവന്റെ ജീവിതം, മരണം എന്നിവയാൽ നിവർത്തിച്ചു എന്നതിനാൽ നമ്മൾ ഇനി ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിക്കുന്നില്ല. യേശുക്രിസ്തു പരിപൂർണനായ യാഗമൃഗവും പരിപൂർണനായ മഹാപുരോഹിതനുമാണ്. നമ്മുടെ രക്ഷയ്ക്ക് ഇനി മറ്റൊരു യാഗം ആവർത്തിക്കേണ്ടതോ ഇല്ല. ക്രിസ്തു പാപപരിഹാരത്തിനായി വേണ്ട എല്ലാ പ്രമാണങ്ങളും നിവർത്തിച്ചു. സ്വർഗീയ കൃപാസനത്തിലേക്ക് ഒരു പുതുവഴി നമുക്കായി തുറന്ന് തന്നു. എബ്രായർ 10:19-22 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിനുമേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. സാമൂഹിക നിയമങ്ങളെ നീതി നിർവഹണ നിയമങ്ങളെന്നും നമുക്ക് വിളിക്കാം. ഇവ മോശയുടെ ന്യായപ്രമാണത്തോടെ മാത്രമേ നിലവിൽ വന്നുള്ളൂ. ഇത് താൽക്കാലികവും ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്ത് ജീവിക്കുമ്പോൾ പാലിക്കേണ്ടവയുമായിരുന്നു. ദൈവത്തിന്റെ സർവാധികാരത്തിന് കീഴെയുള്ള ഇസ്രായേൽ എന്ന രാജ്യത്തിനു വേണ്ടിയുള്ള നിയമങ്ങളായിരുന്നു അവയെല്ലാം. യുദ്ധം, ഭൂമിയുടെ ഉപയോഗം, വായ്പ വാങ്ങുക, കൊടുത്തു വീട്ടുക, മറ്റ് നീതി ന്യായ പ്രമാണങ്ങൾ എന്നിവയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ക്രിസ്തീയ വിശ്വാസികൾ ഇസ്രായേൽ എന്ന പ്രത്യേക വംശമോ രാജ്യമോ അല്ല. ക്രിസ്തുവിന്റെ സഭ എല്ലാ വംശങ്ങളിൽ നിന്നും ഭാഷക്കാരിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും വിളിച്ച് ചേർക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആധുനിക സമൂഹം പഴയ ഇസ്രായേൽ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തരാണ്. പഴയ സാമൂഹിക നീതിന്യായ വ്യവസ്ഥകൾ അതേപോലെ ഇന്ന് പാലിക്കുവാൻ സാധ്യമല്ല. അവ ക്രിസ്തീയ വിശ്വാസികൾക്ക് ബാധകമല്ല.
അതിനാൽ പഴയ സാമൂഹിക പ്രമാണങ്ങൾ റദ്ദാക്കപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധിയുടെയും നീതിയുടെയും വെളിപ്പെടുത്തൽ എന്ന നിലയിൽ അവയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ട്. അവ നമ്മൾക്ക് പ്രബോധനത്തിനായും മാർഗനിർദ്ദേശത്തിനായും പ്രയോജനപ്പെടുന്നു. AD 50 യെരുശലേമിൽ കൂടിയ കൗൺസിലിൽ ആണ് ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ ആദ്യമായി ചർച്ച ചെയ്തത്. ഇതിൽ അപ്പോസ്തലനായ പത്രോസും യാക്കോബും പൗലോസും ബർണബാസും സഭയിലെ മൂപ്പന്മാരും പങ്കെടുത്തു. ഇതിന്റെ വിവരണം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവർ അടിസ്ഥാന ഉപദേശ സംബന്ധമായ 2 കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഒന്ന്, യഹൂദന്മാരല്ലാത്ത ക്രിസ്തീയ വിശ്വാസികൾ പരിച്ഛേദന ഏൽക്കണമോ? 2, യഹൂദ ഇതര ക്രിസ്തീയ വിശ്വാസികൾ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണമോ? വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് കൗൺസിൽ ചർച്ച ചെയ്തത്. അബ്രഹാമിന്റെ ഉടമ്പടിയുടെ നിത്യമായ അടയാളമാണ് പരിച്ഛേദന എന്നാണ് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത്. പരിച്ഛേദന കൂടാതെ അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവാസികളാകുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് അവർ കരുതി. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത സന്തതി യേശുക്രിസ്തുവാണ്. അതിനാൽ അബ്രഹാമിനോടുള്ള ദൈവിക വാഗ്ദത്തത്തിൽ പങ്കാളിയാകാതെ യേശുക്രിസ്തുവുമായ ഒരു ബന്ധവും സാധ്യമല്ല എന്നും അവർ വിശ്വസിച്ചു. അവരുടെ ഇടയിൽ വളരെ തർക്കമുണ്ടായി എന്ന് 6-ാം വാക്യത്തിൽ പറയുന്നു. അതിനുശേഷം പത്രോസ് എഴുന്നേറ്റ് കൗൺസിലിന്റെ പരിഗണനയ്ക്കായി 5 കാര്യങ്ങൾ പറഞ്ഞു. ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. യഹൂദ ക്രിസ്ത്യാനികൾക്കെന്ന പോലെ യഹൂദ ഇതര ക്രിസ്തീയ വിശ്വാസികൾക്കും ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുത്തു. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു. എല്ലാവരും ഒരുപോലെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസ നിമിത്തം രക്ഷ പ്രാപിക്കുന്നു. അതിനാൽ യഹൂദനും ജാതിയനും തമ്മിൽ ഒരു വ്യത്യാസവും ദൈവം വെച്ചിട്ടില്ല. മോശയുടെ ന്യായപ്രമാണങ്ങൾ യഹൂദ പിതാക്കന്മാർക്കും ജീവിച്ചിരിക്കുന്ന യഹൂദന്മാർക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ മോശയുടെ ന്യായപ്രമാണങ്ങൾ യഹൂദ ഇതര ക്രിസ്തീയ വിശ്വാസികളുടെ മേൽ വെക്കുന്നത് ദൈവത്തെ പരീക്ഷിക്കുന്നത് ആണ്. സുദീർഘവും ചൂടേറിയ ചർച്ചകൾക്കും ശേഷം അപ്പോസ്തലനായ യാക്കോബ് അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചു. ഇതിനെയാണ് അപ്പോസ്തല വിശ്വാസ പ്രഖ്യാപനം എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇതെല്ലാമാണ്. 1, ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ അസഹ്യപ്പെടുത്തരുത്. 2, ചില കാര്യങ്ങൾ വർജിച്ചിരിപ്പാൻ നമ്മൾ അവർക്ക് എഴുതണം. അവർ വർജിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്. 1, വിഗ്രഹമാലിന്യങ്ങൾ. 2, പരസംഗം. 3, ശ്വാസം മുട്ടിച്ചത്തത്. 4, രക്തം. എന്നാൽ യഹൂദന്മാർക്ക് പ്രത്യേക കത്തുകൾ എഴുതേണ്ടതില്ല. കാരണം മോശയുടെ ന്യായപ്രമാണം ശബത്ത് തോറും പള്ളികളിൽ വായിച്ചു വരുന്നുണ്ട്. പൂർവ്വകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവരുമുണ്ട്. യഹൂദന്മാർക്ക് മോശയുടെ പ്രമാണങ്ങൾ അവരിൽ നിന്നും പഠിക്കാം. ഈ അപ്പോസ്തല വിശ്വാസ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനം നോഹയുടെ ഉടമ്പടിയാണ് എന്നാണ് സെന്റ് അഗസ്റ്റിന്റെ വ്യാഖ്യാനം. ആധുനിക ദൈവശാസ്ത്രജ്ഞന്മാർ ഈ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനം ലേവ്യ പുസ്തകം 17-18 അധ്യായങ്ങളിലെ പ്രമാണങ്ങളാണ് എന്ന് കരുതുന്നു. എന്നാൽ അന്ന് യഹൂദ റബിമാരുടെ ഇടയിൽ നോഹയുടെ ഉടമ്പടിയെക്കുറിച്ച് നിലവിലുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അപ്പോസ്തലന്മാർ ഇപ്രകാരം ഒരു തീരുമാനം എടുത്തത്. യഹൂദ റബിമാരുടെ പഠിപ്പിക്കലനുസരിച്ച് മോശയുടെ ന്യായപ്രമാണങ്ങൾ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഈ പ്രമാണങ്ങൾ യഹൂദ ഇതര ജനങ്ങൾക്ക് ബാധകമല്ല. അതിനാൽ യഹൂദ ഇതര ക്രിസ്തീയ വിശ്വാസികൾക്കും മോശയുടെ ന്യായപ്രമാണങ്ങൾ ബാധകം അല്ല. എന്നാൽ നോഹയുടെ ഉടമ്പടി എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്. മോശയുടെ ഉടമ്പടിയിൽ 10 കൽപ്പനകൾ ഉള്ളതുപോലെ നോഹയുടെ ഉടമ്പടിയിൽ 7 കൽപ്പനകളുണ്ട്. ബാബിലോണിയൻ താൽമഡ് അനുസരിച്ച് നോഹയുടെ ഉടമ്പടി സാർവലൗകികമാണ്. അത് നോഹയും അവന്റെ സന്തതി പരമ്പരകളുമായി ഉണ്ടാക്കിയതാണ്. നോഹയുടെ പുത്രന്മാരെന്നതും അവരുടെ സന്തതി എന്നതും സകല മനുഷ്യരുമാണ് എന്ന് റബിമാർ വ്യാഖ്യാനിക്കുന്നു. ബാബിലോണിയൻ താൽമണ്ടിലെ വ്യാഖ്യാനമനുസരിച്ച് നോഹയുടെ ഉടമ്പടിയിലെ 7 കൽപ്പനകൾ ആദ്യം ലഭിച്ചത് ആദാമിനാണ്. അവയെ പിന്നീട് നോഹയ്ക്കും നൽകി. എന്നാൽ ഈ വ്യാഖ്യാനത്തിന് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട തെളിവുകൾ ഇല്ല. നോഹയുടെ ഉടമ്പടിയിലെ 7 കൽപ്പനകൾ ഇവയെല്ലാമാണ് എന്നാണ് യഹൂദ റബിമാരുടെ വിശ്വാസം. 1, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. 2, ദൈവത്തെ ശപിക്കരുത്. 3, കൊലപാതകം അരുത്. 4, പരസംഗം അരുത്. 5, മോഷ്ടിക്കരുത്. 6, ജീവനുള്ള ഒരു മൃഗത്തിന്റെ മാംസം പറിച്ച് തിന്നരുത്. 7, നീതിന്യായ കോടതികൾ സ്ഥാപിക്കണം. ആധുനിക യഹൂദ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യഹൂദ ഇതര മതവിശ്വാസികൾ യഹൂദ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ വരുവാനിരിക്കുന്ന ലോകത്തിൽ അവകാശം ഉണ്ടാകേണ്ടതിനായി അവർ നോഹയുടെ 7 കൽപ്പനകൾ പ്രമാണിക്കണം.
വരുവാനിരിക്കുന്ന ലോകമാണ് നീതിമാന്മാരുടെ പ്രതിഫലം. നോഹയുടെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്ന യഹൂദ ഇതര ജനത്തെ നീതിമാന്മാരായ ജാതിയരെന്നും ലോകത്തിലെ ദൈവഭക്തിയുള്ള ജനമെന്നും അവർ വിളിക്കുന്നു. യെരുശലേമിലെ കൗൺസിലിലെ അപ്പോസ്തലന്മാരുടെ തീരുമാനങ്ങൾ ക്രിസ്തീയ സഭയെ യഹൂദ വേരുകളിൽ നിന്നും അടർത്തി മാറ്റിയ ചരിത്രപരമായ പ്രഖ്യാപനം ആണ്. പഴയ ഉടമ്പടി അഥവാ മോശയുടെ ഉടമ്പടി റദ്ദാക്കപ്പെട്ടുവോ അതോ നിവർത്തിക്കപ്പെട്ടുവോ? ഇതാണ് നമ്മുടെ ചിന്താവിഷയം. ഈ പഠനത്തിന്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. രണ്ടാമത്തെ ഭാഗം എൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. naphtalitribe.tv.com എന്നാണ് ചാനലിന്റെ മേൽവിലാസം. ഈ പഠനത്തിന്റെ ഇ-ബുക്കും സൗജന്യമായി ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ ആവശ്യപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 9961330751. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.